പരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2021 ജാനുവരി മാസത്തിൽ ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ദൈവനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ എണ്ണമറ്റ നന്മകൾ കർത്താവ് നമുക്ക് തന്നു. ആമീൻ. ആ നന്മകളെ ഓർത്തുകൊണ്ട് അല്പസമയം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. 2020 നമ്മെ നടത്തിയ വിവിധ മുഖാന്തരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയുള്ള ഹൃദയമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മനഃപൂർവ്വമായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി. 2021 പരിശുദ്ധനായ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതിനായി അങ്ങേക്ക് കോടി കോടി സ്തോത്രം കരയിറ്റുന്നു കർത്താവേ. ഗ്ലോറി ഫാദർ, ഗ്ലോറി മാസ്റ്റർ, ഗ്ലോറി ഹോളി സ്പിരിറ്റ്. ഈ 2021 ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ നന്മകളെ, പുതിയ അനുഗ്രഹങ്ങളെ, പുതിയ ജീവിതത്തെ പരിശുദ്ധനായ കർത്താവ് ഞങ്ങളുടെ മേല് പകരപ്പെടുകയാ. സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്ന, അങ്ങയോട് നന്ദി കരയിറ്റുന്ന ദൈവമക്കളുടെ മേല് അങ്ങയുടെ സാന്നിധ്യത്തെ മഴ പോലെ ഇന്ന് പകൽക്കാലം പെയ്യിപ്പിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, പുതിയ നന്മകളും പുതിയ അനുഗ്രഹങ്ങളും പുതിയ ആശീർവാദങ്ങളും ഈ 2021 പ്രാപിച്ച് ക്രിസ്തുവിൽ വസിപ്പാൻ പരിശുദ്ധനായ കർത്താവ് ഇവരെ സഹായിക്കുക. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്നത്തെ പരിചയത്തിൽ നിൽക്കുന്നില്ല കർത്താവേ. ഇന്ന് പകൽക്കാലം ഒരു പുതിയ ശബ്ദത്തെ കർത്താവ് കേൾപ്പിക്കുക. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങയുടെ മന്നെ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് തൃപ്തരായി മടങ്ങിപ്പോകുവാൻ പരിശുദ്ധനായ കർത്താവ് കൃപയാൽ സഹായിക്കും. അത്ഭുതത്തെ പ്രവർത്തിക്കും. മാനവും മഹത്വവും സ്തോത്രവും പുകഴ്ചയും ബഹുമാനവും എല്ലാം യേശുവപ്പച്ചന് തന്നെ. ആമേൻ. അല്പസമയം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാൻ 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. ഈ 2021 ഈ പ്രാരംഭ മാസത്തിൽ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദത്ത വചനമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അതിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ക്രിസ്തീയ ജീവിതത്തിൽ വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും ഒരുമിച്ച് കടന്നു വരുന്നതായി കാണുവാനായി കഴിയും. നാം ക്രിസ്തു തന്നിരിക്കുന്ന വ്യവസ്ഥകളെ പാലിച്ചാൽ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെയും പ്രാപിക്കുവാനായി കഴിയും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥകളെ പാലിച്ചാൽ നാം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായി കഴിയും. ഈ വാഗ്ദത്ത വചനത്തിൽ നാം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇവിടെ വാഗ്ദാനവും വ്യവസ്ഥയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഹല്ലേലൂയ. 2 പാർട്ടുണ്ട്. വചനത്തിന്റെ ആദ്യ പാർട്ടിൽ കർത്താവ് നമുക്ക് ഒരു വ്യവസ്ഥ തരികയാണ്. നാം കർത്താവിലും കർത്താവിന്റെ വചനം നമ്മിലും വസിച്ചാൽ. ഹല്ലേലൂയ. ബി പാർട്ടിൽ, 2ാമത്തെ പാർട്ടിൽ ദൈവം വ്യവസ്ഥയോടൊപ്പം ഒരു വാഗ്ദാനവും വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. 2021 നിങ്ങൾ എന്താണോ ഇച്ഛിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ നന്മ കർത്താവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരു വാഗ്ദത്തം നമ്മോട് അറിയിക്കുമ്പോൾ ആ വാക്യത്തിന്റെ മുന്നിൽ കർത്താവ് നമുക്കായി വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം വ്യവസ്ഥ പ്രമാണിക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിപ്പാൻ ദൈവം സർവശക്തനാണ്. 2021 എന്നോടും നിങ്ങളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ വസിക്കണം. നിങ്ങൾ കർത്താവിൽ വസിക്കുകയും കർത്താവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും വേണം. ഹല്ലേലൂയ. ഇതുപോലുള്ള നിരവധി വാഗ്ദാനങ്ങളെ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അവന്റെ അപേക്ഷ നിറവേറ്റും. ഹല്ലേലൂയ. ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അവന്റെ അപേക്ഷ നിറവേറ്റും. ഇവിടെ കർത്താവ് തന്നിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? കർത്താവ് തന്നിരിക്കുന്ന വ്യവസ്ഥ ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനമാണ്, ഞാൻ അവന്റെ അപേക്ഷ നിറവേറ്റും. നിങ്ങളുടെ അപേക്ഷ നിറവേറ്റേണ്ടതായിട്ടുണ്ടോ? നിറവേറ്റി തരും. അതിനായി കർത്താവ് നമ്മോട് പറയുകയാണ്, കർത്താവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരാൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവം അയാളോടും ക്ഷമിക്കും. ഹല്ലേലൂയ. ഒരുവൻ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവം അയാളോടും ക്ഷമിക്കും. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? നമ്മുടെ പിഴവുകളെയും കർത്താവ് ക്ഷമിക്കും. മൂന്നാമതായിട്ട് യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരാൾ ദൈവത്തോട് അടുത്തു ചെന്നാൽ ദൈവവും അയാളോടടുത്ത് വരും. ഹല്ലേലൂയ. ആമേൻ. ഈ വാക്യത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? നാം കർത്താവിനോട് അടുക്കൽ ചെല്ലണം. നാം കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്, അമ്മേ, കർത്താവ് നമ്മോട് അടുത്ത് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മേ, നിങ്ങൾക്ക് കർത്താവ് വച്ചിരിക്കുന്ന ആ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ കർത്താവ് അമ്മ തിരുവചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുന്ന വ്യവസ്ഥകളെയും നാം പ്രമാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് കർത്താവ് നമ്മെ വ്യവസ്ഥ കൂടാതെ അനുഗ്രഹിച്ചു. അമ്മ നാം കൃപയിൽ വരുന്നതിന് മുന്നമേ അമ്മ കർത്താവ് നമ്മെ വ്യവസ്ഥ കൂടാതെ അനുഗ്രഹിച്ചു. കാരണം എന്തെന്നറിയാമോ? അമ്മ തിരുവചനത്തിന്റെ പ്രമാണങ്ങളെ നമുക്ക് അറിയത്തില്ല. അമ്മ എവിടെ, എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അറിഞ്ഞുകൂടാതിരുന്ന കാലത്ത് ദൈവജനത്തെ വ്യവസ്ഥയില്ലാതെ അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെ കർത്താവ് വ്യവസ്ഥ അറിയിച്ചു. വ്യവസ്ഥ അറിഞ്ഞ നിങ്ങൾ വ്യവസ്ഥ പ്രകാരം നടന്നാൽ മാത്രമേ വ്യവസ്ഥ പ്രകാരമുള്ള വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായി കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതോ
വ്യവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന്റെ വ്യവസ്ഥ അറിയുന്നതിനു മുന്നേ ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളുമില്ലാതെ കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അമ്മീ വ്യവസ്ഥ അറിഞ്ഞ ഇനി നമ്മെ കർത്താവ് വ്യവസ്ഥ പ്രകാരം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ച നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കാമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇവിടെ സുവിശേഷകൻ പറയുകയാണ്: യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഹല്ലേലൂയ. വീണ്ടും ഈ വചനത്തെ ഉറപ്പിക്കുന്ന തരത്തിൽ സുവിശേഷകൻ വീണ്ടും രേഖപ്പെടുത്തുകയാണ്: മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? വീണ്ടും പറയുകയാണ്: മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകും, കൊടുക്കും. ഹല്ലേലൂയ. 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 ആമേൻ. നമ്മുടെ മക്കൾക്ക് അപ്പനും അമ്മയുമായിരിക്കുന്ന നാം നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനായി സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ പാർപ്പിച്ച ദൈവം തമ്പുരാൻ എന്റെയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുടക്കം വരുത്തുമോ? നാം ഇച്ഛിക്കുന്നത് ദൈവം തമ്പുരാൻ തരാതിരിക്കുമോ? തരും, തരും. ദൈവം തമ്പുരാൻ തരുന്നത് ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളെയാണ്. നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിരിക്കുമ്പോൾ, നിർണയപ്രകാരമുള്ള വിളിയിൽ നിങ്ങൾ പങ്കുകാരായിരിക്കുമ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തിന്മയ്ക്കായി ഒന്നും വരുത്തുന്നില്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അതെ, അമ്മീൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അമ്മീൻ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അമ്മേ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. അത് ഈ വചനത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ കർത്താവിൽ വസിക്കണം. ഈ 2021 കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ വസിക്കണം. രണ്ടാമതായിട്ട്, ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കണം. കർത്താവ് ആഗ്രഹിക്കുകയാണ് ഈ 2021 ചില ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരുവാനായിട്ട് കർത്താവ് വച്ചിട്ടുണ്ട്. ആമേൻ. ആമേൻ. യേശു കർത്താവ് പറയുകയാണ്, ആമേൻ, നിങ്ങൾ എന്നിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. നിങ്ങൾ ക്രിസ്തുവിൽ ഒരു ജയജീവിതം നയിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. വീണ്ടും ക്രിസ്തീയ ജീവിതത്തിന്റെ മറ്റൊരു പ്രാധാന്യത കർത്താവ് പറയുകയാണ്, എൻ്റെ ജീവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ, ഒന്ന് ക്രിസ്തുവിൽ വസിക്കണം, രണ്ട് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. ക്രിസ്തു എങ്ങനെയാണ് ഉള്ളിൽ വസിക്കുന്നത്? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന ഒരു കാര്യസ്ഥനെ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അമ്മ സഭയ്ക്ക് വേണ്ടി തന്നിട്ട് പോയി. അമ്മ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യന് ബോധ്യം വരുത്തും. അങ്ങനെ നാം ക്രിസ്തുവിൽ വസിക്കണം. രണ്ടാമതായിട്ട്, ക്രിസ്തുവിന്റെ ജീവന്റെ വചനം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ആമേൻ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായിരിക്കുന്ന വചനം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ ദൈവഹിത പ്രകാരം ആമേൻ നാം നടക്കും. ദൈവഹിത പ്രകാരം ഞാനും നിങ്ങളും പ്രവർത്തിക്കും. ആമേൻ. ദൈവഹിത പ്രകാരം നമുക്ക് ആവശ്യമുള്ള അപേക്ഷകളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കപ്പെടും. അപ്പോൾ ആമേൻ നാം ഇച്ഛിക്കുന്നതൊക്കെയും കർത്താവ് നമുക്ക് നൽകപ്പെടും. ആമേൻ. അപ്പോൾ കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും നാം ചോദിക്കുന്നില്ല. കാരണം എൻ്റെയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവും, ആമേൻ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് കർത്താവിൻ്റെ ജീവനുള്ള വചനവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒന്ന്, നാം ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിനോടുള്ള ജീവിതം ധന്യമായ ജീവിതമാണ്. ക്രിസ്തു ഇല്ലാത്ത ജീവിതം ദുരിതപൂർണമായ ജീവിതം ആണ്. അമ്മ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ അമ്മ നാം ധന്യമുള്ള ജീവിതമാണ് അമ്മയെ കാഴ്ചവെക്കുന്നത്. ഈ 2021 നിങ്ങൾക്ക് ധന്യമുള്ള ജീവിതം, മാന്യതയുള്ള ജീവിതം, ക്രിസ്തുവിൽ ഒരു ജയജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കണം. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. കർത്താവില്ലാത്ത ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരോടൊക്കെയാണോ കർത്താവ് ഉള്ളത് അവൻ ഈ ലോക ജീവിതത്തിൽ ഹീറോയാണ്. ഒന്നുകൂടി പറയട്ടെ, അമ്മ കർത്താവില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം അത് വട്ടപൂജ്യമാ. ആരോടാണോ കർത്താവ് ഉള്ളത് അവൻ നയിക്കുന്ന ജീവിതം അത് ഹീറോ ആയ ജീവിതമാണ്. കാരണം ഹീറോ ആയിരിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയില്ലാത്ത ജീവിതം ശൂന്യമാകുമേ, നീ എൻ സ്വന്തമാകിലോ അത് പൂർണ്ണമാകുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാകുമേ, നീ എൻ സ്വന്തമാകിലോ അത് പൂർണ്ണമാകുമേ. നീ മാത്രമെൻ സങ്കേതം, നീ മാത്രമെൻ സായുജ്യം,
നിനക്കായി ജീവിതം അർപ്പിക്കുന്നു ഞാൻ. നീ മാത്രമെൻ സങ്കേതം, നീ മാത്രമെൻ സായുജ്യം, നിനക്കായി ജീവിതം അർപ്പിക്കുന്നേ ഞാൻ. നീയില്ലാത്ത ജീവിതം ശൂന്യമാകുമേ, നീ എൻ സ്വന്തമാകും അത് പൂർണ്ണമാകുമേ. നീ മാത്രമെൻ സങ്കേതം, നീ മാത്രമെൻ സായുജ്യം, നിനക്കായി ജീവിതം അർപ്പിക്കുന്നേ ഞാൻ. നീ മാത്രമെൻ സങ്കേതം, നീ മാത്രമെൻ സായുജ്യം, നിനക്കായി ജീവിതം അർപ്പിക്കുന്നേ ഞാൻ. നീ മാത്രമെൻ സങ്കേതം, നീ മാത്രമെൻ സായുജ്യം, നിനക്കായി ജീവിതം അർപ്പിക്കുന്നേ ഞാൻ. നീ മാത്രമെൻ സങ്കേതം, നീ മാത്രമെൻ സായുജ്യം, നിനക്കായി ജീവിതം അർപ്പിക്കുന്നേ ഞാൻ. ഹല്ലേലൂയ. അമ്മേ, കർത്താവാണ് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അമ്മേ, നമ്മുടെ ജീവിതം അത് ധന്യതയുള്ള ജീവിതമാകുന്ന. അമ്മേ, കർത്താവ് നമ്മിൽ ഇല്ല എങ്കിൽ അമ്മേ, നമ്മുടെ ജീവിതം അത് വ്യർത്ഥമായുള്ള ജീവിതമാണ്. ഇന്ന് പകൽക്കാലം അമ്മേ, നിങ്ങളുടെ ജീവിതം ധന്യതയുള്ളതാവണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാന്യതയുള്ളതാവണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധം ഗമിക്കുന്നതാകണമെങ്കിൽ അമ്മേ, നിങ്ങളുടെ വാസം ക്രിസ്തുവിലായിരിക്കട്ടെ. നിങ്ങളുടെ വാസം ക്രിസ്തുവിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമതായിട്ട് നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വസിക്കണം. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വിട്ടിട്ട് പോകുവാൻ മനസ്സില്ലയോ? അന്നേരം പത്രോസിന്റെ മറുപടി ശ്രദ്ധേയമാണ്. കർത്താവേ, തിരുസന്നിധി വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ഹല്ലേലൂയ. അമ്മേ, പത്രോസ് പറഞ്ഞു. അമ്മേ, കർത്താവ് ശിഷ്യഗണത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വിട്ടിട്ട് പോകുവാൻ മനസ്സാകുന്നില്ലയോ എന്ന്. അന്നേരം അമ്മേ, പത്രോസ് പറയുകയാണ്, തിരുസന്നിധി വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? അത് വാസ്തവമല്ലേ? അമ്മേ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുന്ന ഓരോ നിമിഷവും ദൈവജനമേ അപകടത്തിലേക്കാണ് പോകുന്നത്. അമ്മേ, കർത്താവിൻ്റെ സന്നിധി വിട്ടകലുന്ന ഒരു നിമിഷം അത് അപകടത്തിൻ്റെ നിമിഷമാണ്. കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ വസിക്കണം, കർത്താവിനെ കൊണ്ട് നടക്കണം, കർത്താവ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, കാരണം വീണ്ടും പത്രോസ് പറയുകയാണ്, ഞങ്ങളെ ജീവിപ്പിക്കുന്ന നിത്യമൊഴികൾ, അമ്മേ, തിരുവചനങ്ങൾ, ആ മുത്തുമണികൾ നിന്നിലല്ലയോ ഉള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ അമ്മീൻ, നമ്മെ ജീവിപ്പിക്കുന്ന ജീവൻ്റെ വചനം അമ്മീൻ, അത് ഒരു വ്യക്തിക്ക് നൽകുവാനായി കഴിയത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധി വേളയിൽ, നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ അമ്മേ, കർത്താവിൻ്റെ തിരുവചനം എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. അമ്മേ, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ തലോടുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. നിങ്ങൾ ബലഹീനപ്പെട്ടിരിക്കുമ്പോ നിങ്ങളുടെ വലം കരം പിടിച്ച് ആ ജീവിപ്പിക്കുന്ന വചനം എഴുന്നേൽപ്പിക്കുന്നത് അനുഭവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. അമ്മേ, ഈ ദൈവകൃപ അനുഭവിച്ച അമ്മേ അപ്പോസ്തലനായ പൗലോസ് ജഡത്തിലെ ശൂലം മാറുവാനായി ആമേൻ ദൈവത്തോട് അപേക്ഷിച്ചു. തിരുവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പൗലോസ് തന്റെ ജഡത്തിലെ ശൂലം മാറുവാൻ 3 വട്ടം അപേക്ഷിച്ചു. എന്നാൽ പൗലോസിന് ദൈവം കൊടുത്ത മറുപടി, എന്റെ കൃപ നിനക്ക് മതി. അതെ, ഈ വർഷത്തിൽ കർത്താവിന്റെ കൃപ നിങ്ങൾക്ക് മതി.
കർത്താവിന്റെ കൃപ നിങ്ങൾക്ക് മതി. നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോ ആമേ ക്രിസ്തു നിങ്ങളെ ബലവാനാക്കും. അന്നേരം നിങ്ങൾ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എല്ലാവരുടെ ആദരങ്ങളെ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇതിൽ പരം ഒരു ആമേ വാഗ്ദത്ത വചനം അമ്മേ വേറെയുണ്ടോ? അമ്മേനോ അശക്തരായിരിക്കുമ്പോ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം തമ്പുരാൻ, ദൈവം തമ്പുരാന്റെ കൃപ അനുഭവിച്ച പൗലോസ് പറയുകയാണ്, ആ കൃപ എനിക്ക് മതി. എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ താങ്ങുന്ന ആ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുക. നിങ്ങൾക്ക് അമ്മ ക്രിസ്തുവിൽ വസിക്കുവാൻ താല്പര്യമുണ്ടോ? അമ്മ കർത്താവ് നിങ്ങളെ അമ്മ ക്ഷണിക്കുകയാണ്. അമ്മീൻ എന്നിൽ വസിക്കുക. അമ്മ നിങ്ങൾ അമ്മീൻ എന്നിൽ വസിച്ചാൽ അമ്മ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ നാം പരിശോധിക്കുമ്പോൾ അവിടെ എലീശ പ്രവാചകന്റെ അടുക്കൽ എലീശ പ്രവാചകന്റെ പ്രവാചക ശിഷ്യന്മാർ കടന്നു വരികയാണ്. ശിഷ്യന്മാർ പറയുകയാണ്, യജമാനനെ ഞങ്ങളുടെ പാർപ്പിടം വിസ്തൃതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പാർപ്പിടം അവർ താമസിക്കുന്നത് പ്രവാചകനായ എലീശയോട് കൂടെയാണ്. പ്രവാചക ശിഷ്യന്മാർ അത് ഇടുക്കമുള്ളതായിരിക്കുന്നത് കണ്ടിട്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകനെ ഈ സ്ഥലം വിസ്തൃതമാക്കുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം. ഇത് വിസ്തൃതമാക്കുവാനായിട്ട് തടി ശേഖരിക്കണമെങ്കിൽ, മരം മുറിക്കണമെങ്കിൽ ഞങ്ങൾ പോകേണ്ടുന്നത് യോർദാൻ നദിയുടെ അറ്റത്തോളമാണ്. അതിനായി ഞങ്ങളോട് കൂടെ അങ്ങും വരണം. പ്രവാചകനെ, അങ്ങും ഞങ്ങളോട് കൂടെ കടന്നു വരണമെന്ന് ഇതാ പ്രവാചകനോട് ശിഷ്യന്മാർ പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇടുക്കത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇടുങ്ങിയ അവസ്ഥയിലായിരിക്കുന്നുവോ? എന്നാൽ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടായിരിക്കണം. ഈ 2021 എൻ്റെ അതിർവരമ്പുകൾ വിസ്താരപ്പെടണം. എൻ്റെ ആത്മീയ തലം കുറച്ചുകൂടി വിസ്തൃതപ്പെടണം. എൻ്റെ ഭൗമിക തലം കുറച്ചുകൂടി വിസ്തൃതപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ ഇവിടെ പ്രവാചകനോട് പാർക്കുവാൻ ശിഷ്യന്മാർക്ക് ഒരു ഉത്സാഹമുണ്ടായിരുന്നു. തങ്ങൾ പാർക്കുന്ന പാർപ്പിടം വിസ്തൃതമാക്കുവാൻ ഉള്ളിലൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എലീശ പ്രവാചകന്റെ അടുക്കൽ പോയി പറയുകയാണ്, മരം മുറിക്കുവാൻ യോർദാനോളം ചെല്ലേണ്ടതായിട്ടുണ്ട്. എന്താണ് യോർദാൻ എന്ന വാക്കിനർത്ഥം? മരണം. എലീശയുടെ ശിഷ്യന്മാർ മരണത്തിന്റെ വക്കോളം ചെന്നും തങ്ങളുടെ പാർപ്പിടം വിസ്തൃതമാക്കുവാൻ ആഗ്രഹിച്ചു. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട് എങ്കിൽ, നിങ്ങൾ എത്തേണ്ടുന്ന തലത്തിൽ കർത്താവ് കൊണ്ട് എത്തിക്കും. പൗലോസ് തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തി ഇപ്രകാരമാണ്, ആത്മാക്കളെ നേടേണ്ടതിന് ഞാൻ മരണവക്കോളം എത്തി. കാരണം പൗലോസിന്റെ ജീവിതത്തിൽ ആത്മാക്കളെ കുറിച്ചൊരു എരിവുണ്ടായിരുന്നു. ആ എരിവ് പൗലോസിനെ മരണത്തിന്റെ വക്കോളം എത്തിച്ചും ആത്മാക്കളെ കരം പിടിച്ച് ഉയർത്തുവാനുള്ള ശക്തി പകർന്നു. അതെ, പ്രതിസന്ധികൾ കണ്ട് മാറുന്നവരെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല.
ഭയം പിടിച്ച് ഒഴിയുന്നവരെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുവാനായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് അമ്മേൻ ഇഷ്ടപ്പെടുന്നത്. പൗലോസ് സുവിശേഷകൻ മരണവക്കോളം അമ്മേ കടന്നുപോയി. അമ്മേൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ മരണത്തിൻ്റെ വക്കോളം പൗലോസ് എത്തിയിട്ടുണ്ട്. വീണ്ടും ഫിലിപ്പിയരോട് പൗലോസ് പറയുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കും. എന്തുകൊണ്ടാണ് അമ്മേ മിഷണറിമാരെ അമ്മേൻ ധൈര്യത്തോടു കൂടെ നിർത്തുന്നത്? അമ്മേൻ എങ്ങനെയാണ് സുവിശേഷ വിരോധികൾ അവരുടെ മുന്നേ കടന്നു വരുമ്പോൾ അവർ ഭയം കൂടാതെ അവരുടെ മധ്യത്തിൽ നിൽക്കുന്നത്? ഞാൻ പറയട്ടെ, അവരുടെ ഉള്ളിൽ ആമേൻ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്: സുവിശേഷകനായ ഞാൻ ഒരു പക്ഷേ സുവിശേഷ വിരോധികളുടെ കയ്യിൽ വെച്ച് മരണപ്പെട്ടേക്കാം, എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം, ഞാൻ പ്രസംഗിക്കുന്ന വചനം അത് അനേകരെ അമ്മേ ക്രിസ്തുവിനായി എഴുന്നേൽപ്പിക്കുന്ന സുവിശേഷമാണ്. അതെ, സുവിശേഷകൻ കൊലപ്പെടും, എന്നാൽ സുവിശേഷം ഒരിക്കലും കൊലപ്പെടുന്നില്ല. അമ്മേ, സുവിശേഷകനെ കൊലപ്പെടുത്താം, എന്നാൽ അമ്മേ ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷത്തെ ഒരു വ്യക്തിക്കും കൊലപ്പെടുത്തുവാനായി കഴിയത്തില്ല. അതേ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ള വചനമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അത് മൂർച്ചയുള്ള ആയുധമാണ്. ദൈവത്തിന്റെ വചനം അത് ഇരുവായി തലയുള്ള അമ്മേ വാളാണ്. അതുകൊണ്ടാണ് അമ്മേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം യേശു കർത്താവ് പറഞ്ഞു: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അമ്മേ, ദൈവജനമേ, നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തുവിനെ കൂടാതെ, യേശുവിൽ വസിക്കാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അമ്മേ, പലപ്പോഴും പല ആവശ്യങ്ങൾ അമ്മേ ദൈവത്തിൽ നിന്ന് ചില അമ്മേൻ അനുഗ്രഹങ്ങൾ ആരാഞ്ഞറിയുവാൻ അമ്മേ ദൈവപാരായണം അമ്മേൻ ദൈവത്തിൻ്റെ വചനം വായിക്കാറുണ്ട്. അമ്മേ, തിടുക്കമുള്ള ജീവിതത്തിൽ പലരും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കുവാനും മറന്നു പോകുന്നു. അമ്മേൻ, അത് മാറ്റിവെക്കുന്നു. ഇന്ന് പകൽക്കാലം അമ്മേ ഞാൻ പറയട്ടെ, അമ്മേ തിടുക്കമുള്ള ജീവിതത്തിലും അമ്മേ വചനം ധ്യാനിക്കുവാനും വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവജനമേ നീ തിടുക്കമുള്ളവനായിരിക്കണം. കർത്താവിനെ മാറ്റിവെച്ച് കർത്താവിന്റെ വചനത്തെ മാറ്റിവെച്ചാൽ അമ്മ നിന്റെ ജീവിതത്തിൽ അമ്മ വചനത്തിന്റെ മൂർച്ച കുറഞ്ഞു പോകും. വചനത്തിന്റെ മൂർച്ച കുറഞ്ഞു പോകും. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മൂർച്ച കുറഞ്ഞു പോകും. അമ്മയെ മൂർച്ചയില്ലാത്ത ഒരു ഉപകരണത്തെ അമ്മ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അമ്മേനെ എലീശ പ്രവാചകന്റെ അടുക്കൽ അമ്മ പ്രവാചക ശിഷ്യൻ വന്ന് പറഞ്ഞു, അതേ യോർദാനോളം ചെന്ന് ഞങ്ങൾക്ക് മരം മുറിക്കേണ്ടതായിട്ടുണ്ട്, അതിനായിട്ട് പ്രവാചകൻ കൂടെ കടന്നു വരണം. അങ്ങനെ
അവരുടെ താല്പര്യ പ്രകാരം പ്രവാചകനായിരിക്കുന്ന എലീശ അവരോട് കൂടെ പോവുകയാണ്. അവിടെ വെച്ച് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതാ പ്രവാചക ശിഷ്യനിൽ ഒരുവൻ കോടാലി എടുത്ത് ഇതാ മരത്തിന്മേൽ ആഞ്ഞു വെട്ടുന്നു. ക്ഷണത്തിൽ ആമേൻ കോടാലിയുടെ കൈ പ്രവാചക ശിഷ്യന്റെ കരത്തിലും കോടാലി വെള്ളത്തിലും മുങ്ങിപ്പോയി. എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് ചിന്ത വന്നത്. കോടാലി ആ ശിഷ്യൻ കരുതിയിരുന്നു. മരം മുറിക്കുവാൻ കോടാലി വേണമല്ലോ. കോടാലി ആ ശിഷ്യൻ കരുതിയിരുന്നു. എന്നാൽ ആ കോടാലിക്ക് മൂർച്ച വരുത്തുവാൻ അത് ഉപയോഗിച്ച വ്യക്തി മറന്നുപോയി. ഒരുപക്ഷെ ആ കോടാലിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് ആ ശിഷ്യൻ ആഞ്ഞു വെട്ടിയപ്പോഴാകാം ആ കോടാലി തെറിച്ച് വെള്ളത്തിൽ പോയത്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ, ദൈവിക സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ വചനത്തിന്റെ മൂർച്ച കൂടുന്നു. വചനത്തിന്റെ മൂർച്ച കുറഞ്ഞാൽ പിശാച് തന്ത്രങ്ങളുമായി കടന്നു വരും. തിരുവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് മൂർച്ച കുറഞ്ഞു പോയോ, ദൈവവചനത്തിന്റെ മൂർച്ച കുറഞ്ഞു പോയോ എന്നൊക്കെയും പിശാചിന് നന്നായിട്ട് അറിയാം. മൂർച്ച കുറഞ്ഞാല് പിശാച് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കും. കാരണം അമ്മേ, പല്ലില്ലാത്ത സിംഹത്തിന് ഇരയെ തിന്നുവാനായി കഴിയത്തില്ല. അതുപോലെ ആമേൻ, നാം ദൈവത്തിന്റെ വചനം നന്നായിട്ട് വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ വചനത്തിന്റെ മൂർച്ച കൂട്ടണം. വചനത്തിന്റെ മൂർച്ച കൂട്ടിയ ഒരു വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ വിവരിക്കുന്നുണ്ട്. അമ്മ പത്രോസ് എന്നാണ് ആ അപ്പോസ്തലന്റെ പേര്. അമ്മ പെന്തക്കോസ്ത് ദിനത്തിൽ അമ്മീൻ ആഴമേറിയ വചനത്തിന്റെ പൊരുൾ ഇതാ ജനത്തിനോട് അറിയിക്കുകയാണ്. ഇതാ മൂർച്ചയുള്ള ഇരുവായ് തലയുള്ള വാളാകുന്ന ദൈവത്തിന്റെ വചനം പെന്തക്കോസ്ത് ദിനത്തിൽ അമ്മ പത്രോസ് പ്രഖ്യാപിക്കുമ്പോ ഇരുവായ് തലയുള്ള വാളാല് അവിടെ കൂടിയിരുന്ന ജനത്തിന്റെ ഹൃദയം മുറിഞ്ഞു. ഒന്നും രണ്ടും വ്യക്തികളുടെ ഹൃദയത്തിനല്ല അമേൻ ആ വചനം മുറിവേൽപ്പിച്ചത്. അവിടെ കൂടിയിരുന്ന 3000-ഓളം ജനത്തിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് 3000-ഓളം ജനം ആ ഒറ്റ പ്രസംഗത്തിൽ ദൈവസഭയോട് ചേർന്നു. ദൈവത്തിന്റെ വചനത്തിന് മൂർച്ച നാം കൂട്ടണം. നമ്മൾ ഉള്ളിലുള്ള ദൈവിക ശക്തിയുടെ മൂർച്ച നാം കൂട്ടണം. ഇവിടെ ഇതാ പ്രവാചക ശിഷ്യൻ കോടാലി മരം മുറിക്കുവാനായി ഉപയോഗിക്കുമ്പോൾ കോടാലി നദിയിലേക്ക് വീഴുന്നു. അതിനുശേഷം ഇതാ പ്രവാചക ശിഷ്യൻ എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. പ്രവാചകനെ, അത് ഞാൻ കടം വാങ്ങിച്ച കോടാലിയാണ്. അത് ഞാൻ കടം വാങ്ങിച്ച കോടാലിയാണ്. ഇപ്പോൾ ഇതാ അത് നദിയിലേക്ക് വീണിരിക്കുന്നു. ഒരിക്കൽ പോലും ആ കോടാലി തന്റേതാണെന്ന് അവൻ പറഞ്ഞില്ല. അവന്റെ കുറവ്, അവന്റെ കുറ്റം അവൻ സമ്മതിച്ചു. ഞാനത് കടം വാങ്ങിച്ചതാണ്, അതെനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അവന്റെ കുറവിനെ കുറവെന്ന് കാണുവാനുള്ള ഒരു മനസ്സ്, ആ കുറവിനെ പ്രവാചകനോട് പറയുവാനുള്ള ഒരു മനസ്സ് ആ ശിഷ്യന് ഉണ്ടായിരുന്നു. ഈ 2021 പ്രാരംഭത്തിലായിരിക്കുമ്പോൾ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ,
കുറവുകളും ആയിട്ട് നിങ്ങൾ ഈ 2021 ചവിട്ടിക്കയറുവാൻ ആഗ്രഹിക്കുന്നു? അതോ ദൈവത്തിന്റെ സന്നിധി, ദൈവമേ അത് കുറവ് തന്നെയാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ തെറ്റുകളുമായിട്ട് നിങ്ങൾ വീണ്ടും 2021 നടക്കുവാൻ ആഗ്രഹിക്കുന്നു? അതോ ദൈവമേ ഞാൻ ചെയ്തത് തെറ്റാണ്, ഇന്ന തെറ്റ് എൻ്റെ ജീവിതത്തിലുണ്ട്, കർത്താവിനെ ആരാധിക്കേണ്ടും വണ്ണം ഞാൻ ആരാധിച്ചില്ല, കർത്താവിനോട് ചേർന്നിരിക്കേണ്ടും വണ്ണം ഞാൻ ചേർന്നിരുന്നില്ല, കർത്താവേ വചനം വായിക്കേണ്ടുന്ന സമയം ഞാൻ വായിച്ചില്ല, കർത്താവേ പ്രാർത്ഥിക്കേണ്ടുന്ന സമയം ഞാൻ പ്രാർത്ഥിച്ചില്ല, അത് കുറവാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ കർത്താവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ കർത്താവ് നിങ്ങളിൽ വസിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. കുറവുകളോടെ നമുക്ക് ആമേൻ മുന്നോട്ട് യാത്ര ചെയ്യേണ്ട, തെറ്റുകളെയും കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യേണ്ട. കർത്താവിൽ സകലതും സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കാമോ? കർത്താവിൽ വസിക്കാമോ? നിങ്ങൾ കർത്താവിൽ വസിച്ചാൽ കർത്താവ് നിങ്ങളിൽ വസിക്കും. കർത്താവ് നിങ്ങളിൽ വസിച്ചാൽ, കർത്താവിന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങളോട് സംസാരിക്കും. ഏതാണ് ഗുണം, ഏതാണ് ദോഷമെന്ന്, ഏതു ഗുണം ഏത് ദോഷമെന്ന് തിരിച്ചറിഞ്ഞു മുന്നേറുവാനുള്ള ദൈവിക കൃപയെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരും. നിങ്ങൾ കർത്താവിനാൽ നയിക്കപ്പെടും. മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം കർത്താവ് നിങ്ങൾക്ക് തരുവാനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിൽ വസിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വിളിച്ചാട്ടെ, ദൈവമേ ദൈവമേ ഞാൻ അങ്ങിൽ വസിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദൈവമേ അങ്ങയുടെ വചനം എന്നിൽ വസിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ കർത്താവിനെ കൂട്ടുപിടിച്ചാൽ, ആമേൻ, നിങ്ങളുടെ സകല കാര്യവും കർത്താവ് നോക്കിക്കൊള്ളും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടുന്നത് ഒരു വ്യക്തിയെ അല്ല, നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടുന്നത് ആമേ ദൈവത്തെയാണ്. ആമേ കൂട്ടുകാരൻ ആമേ ഉപായത്തിലൂടെ നിങ്ങളെ ചതിക്കുവാനായി ശ്രമിക്കും. ആമേൻ. ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത് എന്ന് തിരുവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കുവാൻ യോഗ്യമായ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമം. ആമേൻ. എലീശ പ്രവാചകൻ ഇതാ ഒരു മഹത്തായുള്ള പ്രവർത്തനം അവിടെ നടത്തുകയാണ്. ആമേൻ. നഷ്ടപ്പെട്ട കോടാലിയെ കണ്ടുപിടിക്കണമല്ലോ. അതിനായിട്ട് ഈ ശിഷ്യനോട് ചോദിക്കുകയാണ്, നീ വെട്ടിയപ്പോൾ, നീ ആ കോടാലി ഉപയോഗിച്ചപ്പോൾ ആ കോടാലി എവിടെയാണ് വീണത്? അന്നേരം പ്രവാചകൻ ശിഷ്യൻ പറഞ്ഞു, ആ ഭാഗത്താണ് വീണത്. അതെ, അബദ്ധം പറ്റിയിട അവൻ ഒളിച്ചു വച്ചില്ല. അബദ്ധം പറ്റിയ ആമേൻ ആ സ്ഥലത്തെ മറക്കാതെ പ്രവാചകനോട് പറഞ്ഞിട്ട് അതിൽ നിന്നും പുറത്തു വരും. അതെ, നിനക്കറിയാം എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയത്. ഞാൻ ആ സംസാരിച്ചെടുത്താണോ, ഞാൻ ആ നോക്കിയെടുത്താണോ, ഞാൻ നിരൂപിച്ചെടുത്താണോ, ഞാൻ ചിന്തിച്ചെടുത്താണോ തെറ്റ് പറ്റിയത് എന്ന് നിനക്കറിയാം. ആ സ്ഥലത്തെ, ആ കാര്യത്തെ കർത്താവിന്റെ അടുക്കൽ ഒരു തുറന്ന പുസ്തകമായി വച്ചാൽ കർത്താവ് നിനക്ക് ഒരു മഹത് ശക്തിയെ പ്രദർശിപ്പിക്കും. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ അവസാനത്തെ ഭാഗം ആമേൻ വായിക്കുമ്പോൾ, കോടാലി നഷ്ടപ്പെട്ട ആ സ്ഥലത്ത് പ്രവാചകൻ കണ്ട മാത്രയിൽ തന്നെ ഒരു വൃക്ഷക്കൊമ്പ് വെട്ടി ആ സ്ഥലത്തേക്ക് പ്രവാചകൻ എറിഞ്ഞു. ഹല്ലേലൂയ.
ഉടനെ താണുപോയ കോടാലി ഉയർന്നു വന്നു. ഹല്ലേലൂയ. അതെ, ഒരു സാധാരണ വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ആ ഇരുമ്പായുധത്തെ പൊക്കിക്കൊണ്ടുവന്നു. അതെ സഹോദര സഹോദരി, പാപ കുഴിയിലായിരുന്ന എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ച് വിശുദ്ധ ജനമാക്കി ക്രിസ്തുവിൽ പുരോഹിതന്മാരാക്കി തീർത്തതും കാൽവരി മലയിൽ ഒരു മരത്തിൽ യേശു കർത്താവ് തൂങ്ങിയത് കൊണ്ടാണ്. ആ കാൽവരി മലയിൽ കർത്താവ് ഒരു മരത്തിൽ ഉയർത്തപ്പെട്ടപ്പോൾ പാപക്കുഴിയിലായിരുന്ന ജനം അമീൻ അതോടൊപ്പം ഉയർന്നു വന്നു. എന്തിനെന്നറിയാമോ? ക്രിസ്തുവിൽ അമ്മയെ വസിപ്പിക്കുവാൻ, ദൈവജനത്തെ ക്രിസ്തുവിലാക്കി തീർക്കുവാൻ, ദൈവജനത്തിന് പാപക്ഷമ നൽകുവാൻ അമ്മേ കർത്താവ് അമ്മേ സ്വയം ഒരു യാഗമായി തീർന്നു. ആ യാഗത്തിലൂടെ കർത്താവിന്റെ തിരുരക്തം എനിക്കും നിങ്ങൾക്കുമായി ഒഴുകപ്പെട്ടു. ആ ചങ്കിലെ ചോരയാല് എന്നെയും നിങ്ങളെയും കർത്താവ് വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും കർത്താവിൽ വസിക്കണം. കൂടാതെ കർത്താവിന്റെ വചനം ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കണം. അതിനുശേഷം അമ്മേ ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനമാണ്, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതെ ആമേൻ. നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് കർത്താവിനോടൊപ്പം വസിക്കേണ്ടത്, എങ്ങനെയാണ് ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആമേൻ. ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഈ 2021 നിങ്ങൾ ഇച്ഛിക്കുന്നത് അമ്മേ കർത്താവിനോട് അപേക്ഷിച്ചാൽ ആ അപേക്ഷ അമ്മേ കർത്താവ് പരിഗണിക്കും. അതിൻ്റെ ഉത്തരം കർത്താവ് നിങ്ങൾക്ക് തരും. അമ്മേ ഈ ലോകത്തിൽ മാത്രമല്ല കർത്താവിനോട് കൂടെ നമ്മെ ഇരുത്തുന്നത്, അമ്മേ കർത്താവിനോടൊപ്പം അമ്മേ മധ്യാകാശത്തിലും എന്നെയും നിങ്ങളെയും ഇരുത്തും. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ മാത്രമല്ല കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നത്, ആമേൻ, മധ്യാകാശത്തിൽ ആമേൻ കർത്താവിന്റെ വരവിൽ കർത്താവിന്റെ കാഹളം ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ കർത്താവിനോട് കൂടെ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. അതിനുശേഷം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. എന്ത് ഭാഗ്യകരമായുള്ള പദവിയിലേക്കാണ് അമ്മ ദൈവത്തിന്റെ ഭക്തന്മാരെ, ഭക്തകളെ ദൈവം തമ്പുരാൻ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അമ്മ നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ ഇരിക്കണ്ടേ? അമ്മ കർത്താവിന്റെ അടുക്കൽ ആ സന്തോഷ ഭവനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരണ്ടേ? ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിനോട് കൂടി ഇരുന്നാല് കർത്താവിന്റെ വരവിൽ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുന്ന മാത്രയിൽ രൂപാന്തരം പ്രാപിച്ച് ഒരു പ്രാവ് കണക്കെ പറന്ന് 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 കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിനോടൊപ്പം ഇരിക്കും. അതെ, കർത്താവ്
കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിനോടൊപ്പം ഇരിക്കണം എന്ന്. അമ്മേ തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ച് അമ്മേ നമുക്ക് കാണുവാനായി കഴിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 21:1 മുതൽ 5 വരെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ അമ്മേ സൃഷ്ടിക്കുന്ന ആ സമയത്തിൽ അമ്മേ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം ഉണ്ടായിരിക്കും. അവൻ മനുഷ്യരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായി അവരോട് കൂടെ ഇരിക്കും. അതെ, മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെയിരിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമി സ്ഥാപിക്കപ്പെടുമ്പോൾ കർത്താവിനോട് കൂടെ നമ്മയും വസിപ്പിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. നിങ്ങളിൽ കർത്താവിന്റെ വചനം വസിക്കണം. കർത്താവിന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, ക്രിസ്തുവിൽ നിങ്ങൾ ആയിത്തീർന്നാല്, ഈ 2021 നിങ്ങൾ എന്തൊക്കെയാണോ ഇച്ഛിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, അതൊക്കെയും ദൈവം നൽകുക തന്നെ ചെയ്യാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച ജീവിപ്പിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതേ കർത്താവേ, ഞങ്ങൾ കർത്താവിൽ വസിപ്പാനായി ആഗ്രഹിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങളിൽ കർത്താവിന്റെ വചനം വസിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ നീക്കണമേ അപ്പാ, ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനത്തിലെ വ്യവസ്ഥകളെ പാലിക്കുവാനുള്ള ദൈവകൃപയെ ദൈവജനത്തിന്റെ മീതെ പകരപ്പെടണമേ. യേശുവിന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ, ആമേൻ, ഹൃദയത്തിൽ വസിക്കട്ടെ കർത്താവേ. കർത്താവിനോട് ചേർന്നിരിപ്പാൻ, കർത്താവിനോട് ചേർന്ന് നടപ്പാൻ കർത്താവേ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രകാരം ചെയ്യുക. സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ആമേൻ, അങ്ങയുടെ വാസത്തെ ഞങ്ങൾ പരിപാവനമായി സൂക്ഷിപ്പാനും പരിപൂർണ വിശുദ്ധിയോടെ അതിനെ സൂക്ഷിപ്പാനും പരിശുദ്ധനായ കർത്താവ് കൃപയാൽ സഹായിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഇവർ വഴി നടത്തപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്താല് ഇവർ വഴി നടത്തപ്പെടട്ടെ കർത്താവേ. അങ്ങിൽ ഇവർക്ക് വസിക്കാനുള്ള ദൈവകൃപയെ പകരപ്പെടണമേ കർത്താവേ. ഇവർ കർത്താവിനോട് ചേർന്ന് നടക്കട്ടെ, ഇവർ കർത്താവിൽ വസിക്കട്ടെ. കർത്താവ് ഇവരുടെ ഉള്ളത്തിൽ വസിക്കണമേ. ദൈവത്തിന്റെ വചനം ഇവരുടെ ഉള്ളിൽ വസിക്കട്ടെ കർത്താവേ. അതേ കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ ഇവരെ വഴി നടത്തുകയോ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതേ കർത്താവേ, അസാധ്യമായിട്ട്
ഞങ്ങളൊന്നും കാണുന്നില്ല കർത്താവേ. ആമേൻ കർത്താവേ, അധികാരത്തോടുകൂടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ അസാധ്യങ്ങൾ സാധ്യമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ദൈവിക കൃപയിൽ ഇവരെ മൂടുകയാ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതേ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുകയാ സ്തോത്രം ചെയ്യുന്നു. കരുണയുടെ കരങ്ങളിൽ വഹിക്കുന്ന അത്ഭുതത്തെ പ്രവർത്തിക്കും കർത്താവേ. ഇവർ കർത്താവിനോട് ചേർന്ന്, ഇവർ കർത്താവിനോട് കൂടെ വസിച്ച് ഇവരുടെ ജീവിത യാത്രയെ ജയകരമായി പൂർത്തീകരിപ്പാൻ പരിശുദ്ധനായ കർത്താവ് കൃപയാൽ സഹായിക്കും, അത്ഭുതത്തെ പ്രവർത്തിക്കും കർത്താവേ. അങ്ങയുടെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഞങ്ങൾ കേൾക്കട്ടെ കർത്താവേ. അങ്ങയുടെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഞങ്ങൾ കേൾക്കട്ടെ. അപ്രകാരം കർത്താവേ, അങ്ങയോട് ചേർന്ന് വസിപ്പാൻ പരിശുദ്ധനായ കർത്താവ് കൃപയാൽ സഹായിക്കും. നിൻ ഹൃദയത്തിൻ തുടിപ്പെന്റെ നെഞ്ചിൽ കേൾക്കുന്നു, കരയേണ്ടെന്ന് കാതിൽ ചൊല്ലുന്നു. നിൻ ഹൃദയത്തിൻ തുടിപ്പെന്റെ നെഞ്ചിൽ കേൾക്കുന്നു, കരയേണ്ടെന്ന് കാതിൽ ചൊല്ലുന്നു. എന്നേശുവേ, എൻ പ്രിയനേ, നിൻ മാറിൽ ഞാൻ ചാരുന്നപ്പാ. നിൻ കൈകളെന്നെ പുലരുന്നല്ലോ, ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമേ എന്റെ ദൈവം, എന്നുമെന്നും എന്റെ ദൈവം. നീ മാത്രമേ എന്റെ ദൈവം, എന്നുമെന്നും എന്റെ ദൈവം. എന്നാശൊന്നേ കൂടെ പാർക്കണം, എൻ ജീവനാളെല്ലാം നിന്നെ കാണണം. എന്നാശൊന്നേ കൂടെ പാർക്കണം, എൻ ജീവനാളെല്ലാം നിന്നെ കാണണം. എന്നേശുവേ, എൻ പ്രിയനേ, നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ. നിൻ കൈകളെന്നെ പുണരുന്നല്ലോ, ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമേ എന്റെ ദൈവം, എന്നുമെന്നും എന്റെ ദൈവം. നീ മാത്രമേ എന്റെ ദൈവം, എന്നുമെന്നും എന്റെ ദൈവം. അതേ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ പാർക്കുവാൻ, അങ്ങിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളെ അമീൻ അങ്ങില വസിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ ശബ്ദം അനുദിനം നമ്മെ കേട്ട് ഏതു ഗുണം ഏതു ദോഷം എന്ന് പറയുന്ന ആ ശബ്ദം കേട്ട് അങ്ങയുടെ പാതയിൽ ഞങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഈ 2021 അങ്ങനെയുള്ള ഒരു കൃപയെ ഈ ജനത്തിന്റെ മധ്യത്തിൽ വായിക്കുകയാ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവർ കർത്താവിന്റെ ശബ്ദം കേൾക്കട്ടെ, ഇവർ കർത്താവിന്റെ സ്പർശനം രുചിച്ചറിയട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇവർ കർത്താവിനോട് കൂടെ ചേരട്ടെ, ഇവർ കർത്താവിനോട് കൂടെ നടക്കട്ടെ, ഇവർ കർത്താവിൽ വസിക്കട്ടെ. ദൈവത്തിന്റെ വചനം ഇവരിൽ വസിക്കട്ടെ കർത്താവേ. അതേ കർത്താവേ, ഞങ്ങൾ അറിയുന്നു അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന സകല വിഷയത്തിനും കർത്താവ് ഉത്തരം നൽകുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വചനത്തെ ശ്രവിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം
എവിടെയാണ് ആവശ്യമായിരിക്കുന്നത് അവിടെ കർത്താവിന്റെ സാന്നിധ്യവും സാമീപ്യവും ഇറങ്ങി ചെല്ലണമേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആമേൻ. ഒരറ്റം മുതൽ മററ്റം വരെ വീശിയെടുക്കുന്ന ദൈവിക സാന്നിധ്യം, അതേ ജീവിപ്പിക്കുന്ന ദൈവിക ശക്തി ഇറങ്ങി ചെല്ലട്ടെ, ഇറങ്ങി ചെല്ലട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നീരൊഴുക്കുകൾ ഒഴുകപ്പെടും. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അതേ സ്വർഗീയ നദിയെ, സ്വർഗീയ നദിയെ ഇവർക്കായി തുറക്കുകയാ. സ്തോത്രം കർത്താവേ. ആമേൻ. Glory Jesus. ഏദനിൽ നിന്ന് പുറപ്പെട്ട ഒരു നദി, അതിന് 4 ശാഖകളുണ്ട്. ഒരു ശാഖ രോഗശാന്തിക്ക് ഉതകുന്നതായിരുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് കർത്താവേ, രോഗികളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം, ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കൃപ ആമേൻ സകലരുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, ഇവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസത്തെ കൊടുക്കുവാൻ ദൈവമേ അങ്ങേക്ക് കഴിയും. കർത്താവേ, രോഗികളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കാര്യങ്ങളെ സ്പർശിക്കുക. ആമേൻ. സ്വർഗീയ വൈദ്യനായിരിക്കുന്ന കർത്താവ്, ആമേൻ, സ്വർഗീയ പരമവൈദ്യനായിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ അടുക്കൽ കടന്നു വരികയാണ്, കടന്നു വരികയാണ്. മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വരികയാണ്. കർത്താവേ, ഇപ്പോ ഈ സമയം കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. രോഗമില്ലാത്ത ഒരു ശരീരത്തെ ഇവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ കർത്താവേ. തലവേദനകൾ മാറിപ്പോകട്ടെ, തലപ്പെരുപ്പുകൾ മാറിപ്പോകട്ടെ, അമിതമായുള്ള ടെൻഷൻ മാറിപ്പോകട്ടെ, അമിതമായുള്ള വിഭ്രാന്തി മാറിപ്പോകട്ടെ, തലച്ചുറ്റൽ മാറിപ്പോകട്ടെ, കണ്ണു മശുപ്പ് മാറിപ്പോകട്ടെ, അമിതമായുള്ള ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, അമിതമായുള്ള തളർച്ചകൾ മാറിപ്പോകട്ടെ, ഉത്സാഹമില്ലായ്മ മാറിപ്പോകട്ടെ, തൈറോയിഡ് പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ, ചെവിക്ക് കേൾവിയെ കൊടുക്കണമേ, കണ്ണിന് കാഴ്ചയെ കൊടുക്കണമേ, നെഞ്ചിലെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ഹാർട്ടിലെ പ്രോബ്ലംസ് മാറിപ്പോകട്ടെ, തൈറോയിഡ് സംബന്ധമായുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, ഉദര സംബന്ധമായുള്ള വ്യാധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, യൂട്രസിലെ ഫൈബ്രോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ ചുരുങ്ങട്ടെ, ഒരു കുഞ്ഞ് കിട്ടാതെ വണ്ണം അടയപ്പെട്ടിരിക്കുന്ന യൂട്രസ് യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞില്ലാത്ത ഹന്നയെ ഓർത്ത കർത്താവ്, കുഞ്ഞില്ലാത്ത മനോഹയെ ഓർത്ത കർത്താവ്, കുഞ്ഞില്ലാത്ത സാറയെ ഓർത്ത കർത്താവ്, യേശുവിന്റെ നാമത്തില് ഈ ആലയത്തിൽ കുഞ്ഞില്ലാതെ ഭാരത്തോടു കൂടി ആയിരിക്കുന്ന ഓരോ സഹോദരിമാരെയും കർത്താവ് ഇപ്പോൾ തൊടണമേ. യഫേദ എന്ന് പറഞ്ഞപ്പോ തുറന്നു വരുമാറാക്കിയ ദൈവിക ശക്തി യേശുവിന്റെ നാമത്തില് യൂട്രസിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഡിസ്ക് കംപ്ലൈന്റുകൾ മാറിപ്പോകട്ടെ, നടുവേദനകൾ മാറിപ്പോകട്ടെ,
കൈകാലുകളുടെ കിടപ്പുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വെയിലിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ക്യാൻസറിന്റെ അണുക്കൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചൊറിച്ചിലുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മുട്ട് തേയ്മാനങ്ങൾ മാറിപ്പോകട്ടെ. യഹസ്കേൽ പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരയിൽ നിർത്തിയതിനു ശേഷം ദൈവത്തിന്റെ ആത്മാവ് യഹസ്കേലിനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹസ്കേൽ പ്രവാചകൻ പറഞ്ഞു, ദൈവമേ നീ അറിയുന്നു. അതിനുശേഷം യഹസ്കേലിനോട് ദൈവം പറഞ്ഞു, കാറ്റിനോട് പ്രവചിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവിക സാന്നിധ്യം ഈ ആലയത്തിൽ ചലിക്കട്ടെ. മരിച്ച നിർജീവ അവസ്ഥകൾ മാറിപ്പോകട്ടെ. കാറ്റ് വീശിയപ്പോൾ അസ്ഥിയുടെ പുറത്ത് ഞരമ്പും മാംസവും കടന്നു വന്നു. ആമേൻ. മൂക്കിൽ ശ്വാസം വന്നു. അസ്ഥികൾ ജീവനുള്ള ദേഹിയായി ആമേൻ ആ താഴ്വരയിൽ എഴുന്നേറ്റ് നിന്നു എങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ 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 കാറ്റേ നീ അടിക്കുക. ഈ വൃദ്ധന്മാർ ജീവിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ കാറ്റേ, സ്വർഗീയ കാറ്റേ, പരിശുദ്ധാത്മാവേ ഇവരുടെ മേൽ ഊതുകയാൽ സ്തോത്രം. ഇവരെ ജീവിപ്പിക്കാൻ സ്തോത്രം. ഇവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. കർത്താവേ അങ്ങയുടെ വചനത്തെ ഇവരുടെ ഉള്ളിലാക്കിയതിനായി സ്തോത്രം. കർത്താവേ അങ്ങയോട് ഇവരെ ചേർത്തതിനായി സ്തോത്രം. ഇവരുടെ ഉള്ളിൽ അമ്മേ ക്രിസ്തുവിന്റെ ആത്മാവ് കടന്ന് ചെന്നിരിക്കുക സ്തോത്രം. ഞങ്ങൾ അറിയുന്നു കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങളുടെ അവസ്ഥകൾ മാറും. കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മരണം നീങ്ങി ജീവൻ കടന്നു വരും. കർത്താവേ അപ്രകാരം ചെയ്തിരിക്കുക സ്തോത്രം. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞ രോഗം മാറും, നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞ മരണം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്നുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ,
അതേ കർത്താവേ, ഇവരുടെ മേലിൽ കർത്താവിന്റെ വാക്ക് കൽപ്പിക്കുക. സ്തോത്രം. അമീൻ. ഇവരെ അനുഗ്രഹിക്കുക. സ്തോത്രം. അമീൻ. ഇവരുടെ ദീനം മാറട്ടെ, രോഗങ്ങളൊക്കെ മാറ്റിവിരിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ അവസ്ഥകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ ശാപം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. മരണം മാറട്ടെ, ജീവൻ വരട്ടെ. അരുണയുടെ കാര്യങ്ങൾ അത്ഭുതത്തിൽ കർത്താവേ 2021 ജയത്തോടെ ക്രിസ്തുവിൽ വസിച്ച്, അമ്മേ ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിപ്പാൻ ഇവരെ ഒരുക്കുകയാ. സ്തോത്രം. അതേ കർത്താവേ, ഇവർ ക്രിസ്തുവിൽ വസിക്കട്ടെ, ഇവർ ക്രിസ്തുവിൽ ജീവിക്കട്ടെ, ഇവർ ക്രിസ്തുവിൽ മരിക്കട്ടെ, ഇവർ ക്രിസ്തുവിൽ ഉയർക്കട്ടെ, ഇവർ ക്രിസ്തുവിൽ അമ്മേ മധ്യാകാശത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കട്ടെ. അപ്രകാരം ചെയ്യുക. സ്തോത്രം. സകല മാനവും മഹത്വവും സ്തോത്രവും പുകഴ്ചയും എല്ലാം യേശുവപ്പച്ചന് തന്നെ. ആമേൻ.